വേഗത്തിൽ നായകൻ വിദേശത്തു നിന്ന് ഭൂമി വാങ്ങാൻ ഇന്ത്യയിലെത്തിയിരിക്കുകയാണ്. താൻ താമസിക്കുന്ന വീട്ടിലെ പെൺകുട്ടിയോട് അയാൾക്ക് ശക്തമായ ഇഷ്ടമുണ്ടാകുന്നു. അപ്പോൾ നായകനെ അവിടെ താമസിപ്പിക്കാൻ ഏർപ്പാട് ചെയ്ത രാജനെത്തി ഇതെന്റെ മകളല്ല, ഇതാണ് എൻ്റെ ഭാര്യ എന്ന് പറയുന്നത് നായകനെ വളരെയധികം ഞെട്ടിക്കുന്നു. ആ മനുഷ്യൻ പെൺകുട്ടിയെ ചെറുപ്പം മുതലേ വളർത്തി. വിവാഹങ്ങളിൽ അയാൾ ഉയർന്ന സ്ത്രീധനം ആവശ്യപ്പെടുകയും വരന് പെൺകുട്ടിയെ നഷ്ടപ്പെടുത്തുകയും ചെയ്യും. പിന്നെ രാജ അവകാശപ്പെടും, ഈ പെൺകുട്ടി എന്റേതാണ്, ഞാൻ അവളെ വിവാഹം കഴിക്കുമെന്ന് അവൻ പറയുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാത്രിയിൽ നായിക കിടക്കയിൽ വെച്ച് കാമത്തോടെ രാജയെ തൊടും. ആ മനുഷ്യൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുകയും അവളുടെ കൈ നീക്കം ചെയ്യുകയും ചെയ്യും. അവർ വാതിൽ പൂട്ടാൻ മറക്കും. വേഗത്തിൽ ആ സമയത്ത് നമ്മുടെ നായകൻ മുറിക്ക് പുറത്ത് ഇതെല്ലാം കാണുമ്പോൾ പെൺകുട്ടി സന്തോഷവാനല്ലെന്ന് നായകൻ മനസ്സിലാക്കുന്നു. അടുത്ത ദിവസം അവൾ വന്ന് നീയും ഞാനും ഒരേ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു എന്ന് പറയുകയും അതിനുശേഷം നായകനെ കെട്ടിപ്പിടിക്കുകയും ചെയ്യുന്നു. പിന്നെ അവൾ നമ്മളെ ഇഷ്ടപ്പെടുന്നതായി തോന്നുന്നു എന്ന് നായകൻ മൈൻഡ് വോയിസ് പറയുന്നു. ഭർത്താവ് വീട്ടിലില്ലെന്ന് പറഞ്ഞുകൊണ്ട് നായകൻ ധൈര്യത്തോടെ പെൺകുട്ടിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പോൾ നായകൻ ക്ഷമിക്കണം എന്ന് പറയുന്നു. അവൾ അവനെയ്യുന്നു. അവൾ അവനെ ഭയങ്കരമായി ശകാരിക്കുന്നു. പെട്ടെന്ന് അവൾക്കെന്തോ ഒരു അപസ്മാരം അനുഭവപ്പെടുന്നു. നായകൻ അവളെ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ ആ സാഹചര്യം ഇരുവരെയും അടുപ്പിക്കുന്നു. പിറ്റേന്ന് നമ്മൾ മറ്റൊരു ഭാര്യയുമായി ഇങ്ങനെയായിരുന്നു എന്ന് കരുതി കുറ്റബോധം തോന്നിയ നായകന് ഹൃദയവേദന അനുഭവപ്പെടുന്നു. പിന്നെ രാജ 4 പേരെയും നായകനെയും സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകുന്നു. നായകന് സ്ഥലം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവനോട് ചെയ്ത വഞ്ചനയ്ക്ക് നഷ്ടപരിഹാരമായി നമുക്ക് ഈ സ്ഥലം വാങ്ങാം എന്ന് ചിന്തിക്കുന്നു. നായകനത് വാങ്ങി വിദേശത്തേക്ക് മടങ്ങുന്നു. ഇപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ്. വാസ്തവത്തിൽ നായിക ഒരു വേശ്യയാണ്. ഇരുവരും ചേർന്ന് നായകനെ വഞ്ചിച്ച് വിലയില്ലാത്ത ഭൂമി വാങ്ങാൻ പ്രേരിപ്പിച്ചു. ലക്ഷക്കണക്കിന് ലാഭം നേടി.